ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ജിസാനിലേക്കുള്ള യാത്രയിലാണ്. രാവിലെ സമയം എത്രയായി? സമയം 1 മണിയല്ലേ? 1:15 രാത്രി. ജിസാനിലേക്കുള്ള യാത്രയാണ്. ലഗേജൊക്കെ എടുത്ത് നമ്മൾ ഡിക്കിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇതാ റെഡി ആയിട്ടിരിക്കുകയാണ്. തായർ എല്ലു കാണുന്നില്ല. ഷൂ ഡ്രൈവർ നമ്മുടെ ഷറഫൂക്കാണ്. ഷറഫൂക്ക ഡ്രൈവർ ഉണ്ട്. അപ്പം പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഓക്കെ, നമുക്കിനി വഴിയിലെ കാഴ്ചകൾ ഓരോന്നായി കണ്ടുകൊണ്ടിരിക്കാം. ഓക്കെ. അപ്പോ നമ്മളിങ്ങനെ നമ്മളിന്ന് തായ്ഫിന്ന് വിട്ടിക്കാണ്. നമ്മൾ എത്ര കിലോമീറ്റർ ഇവിടുന്ന് ടോട്ടല്? 779 കിലോമീറ്റർ അല്ലേ? 800 കിലോമീറ്റർ താഴെ, വഴിയൊന്നും തെറ്റിയില്ലെങ്കിൽ. അപ്പോ നമ്മളിപ്പം ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയായിരിക്കും പോവുക അല്ലേ? കുറെയൊക്കെ അതെ 100 കിലോമീറ്റർ വരെ നമുക്കറിയാം. അപ്പൊ നമ്മള് തായ്ഫ് ടൗൺ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇനി അൽബഹ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അൽബഹയാണ്. അൽബഹ എത്തിയിട്ടാകുമ്പോൾ അവിടെ നിന്ന് 250 കിലോമീറ്റർ അല്ലേ? 250 കിലോമീറ്റർ അൽബഹയ്ക്ക്. അൽബഹ എത്തിക്കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളിവിടെ തായ്ഫ് എന്നുള്ള ചെക്ക് പോയിന്റ് കഴിഞ്ഞ് അൽബഹ റോഡിലോട്ട് കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ അല്ലേ? അൽബഹ വരെ തെറ്റാണെന്നില്ല, നേരെ പോവാം. ഓക്കെ, നേരെ പോവാം. അപ്പൊ നമുക്ക് വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം. രാത്രി കാഴ്ചകൾ അല്ലേ? ഇവിടെ ക്രിക്കറ്റ് തായ്പന്ന് ഓടി വരും. എന്റെ സ്ഥലം ഇതാണ്. അപ്പൊ നമ്മളിപ്പം അൽബഹ എത്താനായി. അൽബഹയില് ഇനി എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഒരു 30 കിലോമീറ്റർ അല്ലേ? 30-37. അത് ബോർഡ് വരുന്നുണ്ട്. എന്തായാലും നോക്കാം. അൽബഹയ്ക്ക് എത്ര കിലോമീറ്റർ? 47. അൽബഹ 47 കിലോമീറ്റർ. അപ്പൊ അൽബഹ എത്തും. അൽബഹ എത്തി അവിടുന്ന് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പതുക്കെ അവിടുന്ന് വീണ്ടും പുറപ്പെടും. ഓക്കെ, അൽബഹ എത്താണ്. നമ്മളേത് വഴിയാ പോവാ? മുതലിഫ. അത് പക്ഷേ ലൊക്കേഷൻ ഒന്ന് നോക്കാം കേട്ടോ. ചിലപ്പോൾ വേറെ റൂട്ട് കാണിക്കണമെന്തെങ്കിലും. ഒരു വണ്ടി ഇല്ലല്ലേ? നമ്മൾ മാത്രമേ ഉള്ളൂ. സമയല്ലേ? അത്താഴം കഴിക്കുന്ന ടൈമാണ്. പ്രായമായവരൊക്കെ കൊണ്ടുവന്നാലുള്ള പ്രശ്നമാണ്. അത് ശരി. നല്ല ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ. എടാ, ഈ ക്യാമറയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേ സീറ്റ് ഓ ഉറപ്പല്ലേ? ഉണ്ട്. പിന്നെ നല്ല വൃത്തിയുള്ള റോഡാല്ലേ? ബൈക്ക് കത്തിച്ചോട്ടോ. ക്യാമറ ഉണ്ടാവും. 110.
അപ്പൊ നമ്മൾ അൽബഹ എത്തിയിരിക്കുകയാണ്. അൽബഹ ടൗൺ ആണിത്. അല്ല മെയിൻ ടൗണിൽ തന്നെ അല്ലേ? വേറെ Yes. സെന്റർ അല്ലേ ഇത്? This is the main town. നമ്മള് ഇതിലേ പോണോ? അവിടുന്ന് ലൈറ്റ് പോവാ അല്ലേ? നിന്നിട്ട് പോട്ടാ. ക്യാമറ അടിച്ചു കഴിഞ്ഞാല് ഡ്രൈവർ ആട്ടോ എന്റെ ആള്. ഇതും കാണിക്കാം അൽബ സൂക്ക് ഇപ്പൊ നമ്മ പോകുന്നത്. ഇതിപ്പോ അൽബ സൂക്കിലോട്ട് എത്തുകയാണ്. ഇത് അൽബയൊക്കെ പിന്നെ ചെയ്യാം ഒരു ദിവസം. അൽബഹ അങ്ങാടി. ഇതിന്റെ കഫീന്റെ ഓഫീസാണല്ലോ. ഇതിന്റെ ചെമ്പെല്ലാം വെച്ചിട്ട് അങ്ങനെ അൽബഹ ടൗൺ കഴിഞ്ഞ് നമ്മള് ഇനി മക്വ ചുരം അല്ലേ? ഇങ്ങോട്ടല്ലേ നമ്മള് പോവാന്? ചുരം ഇറങ്ങിയിട്ട് പിന്നെ നേരെ നമ്മള് ജിസാൻ. അതിനോട് ചെറിയ ചെറിയ ടൗണുകളൊക്കെ വരേണ്ട ഒക്കെ ഞങ്ങൾ പരിചയപ്പെടുത്തി ഇങ്ങനെ പോവാം. ചെറിയ ടൗണുകളല്ല അതിനിടയ്ക്കുള്ള. പള്ളിന്റെ ഒരു ആശുപത്രി കാർണിവറോ? കാർണിവർ കല്ലു ബേക്കിലിരിക്കല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ മക്വ ചുരം തുടങ്ങുകയാണല്ലേ? സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ ഇവിടുന്ന് എത്ര കുറേ ഒരു 25-28 ടണലുകളുണ്ട്. നല്ല രസമായിട്ടുള്ള, പക്ഷേ ഡേഞ്ചർ റോഡാണ്. ഒറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒറ്റ റോഡിൽ കൂടിയാണ് വണ്ടി വരുന്നത്. മൊത്തം 25 ടണലാണുള്ളത്. ഇങ്ങനത്തെ 25 ടണലിൽ കൂടി ഇങ്ങനെ ഇറങ്ങി വേണം നമ്മൾ ഈ ചുരം ഇറങ്ങാൻ. നല്ല രസമുള്ള ചുരമാണ്. നമുക്ക് പകലൊക്കെ ആണെങ്കിലും വന്ന് നിന്ന് കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പക്ഷേ ഇതിലെ ഡ്രൈവിങ് നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ. കാരണം ഓവർടേക്ക് ചെയ്തുകളൊക്കെ വണ്ടികൾ വരുന്നതൊക്കെ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ്. ഞങ്ങളിവിടെ കുറച്ച് മുന്നേ പോയി കഴിഞ്ഞാൽ നിർത്തിയിട്ട് കാണിച്ചു തരാം. അതെ അതെ അതെ, ചുരങ്ങളൊന്ന് കാണിച്ചു തരാം. പുറത്തിറങ്ങി നമുക്ക് അവിടെ എത്തിയിട്ടില്ല. കുറച്ചുകൂടെ ഒരു സെൻട്രൽ ഭാഗം എത്തിക്കഴിയുമ്പോൾ നമുക്കൊന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ വണ്ടി സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കാഴ്ചകൾ കാണാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ നല്ല ഇതാണ്. കാരണം വെച്ചാൽ ഈ താഴെ നിന്ന് കയറി വരുന്ന വണ്ടികളൊക്കെ ഹീറ്റ് ആയി കഴിയുമ്പോൾ ഒക്കെ വണ്ടി സൈഡാക്കാനൊക്കെ, അല്ലെങ്കിൽ ഇത്രയും ദൂരമല്ലേ മുകളിലോട്ട്, അത് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ്, നല്ലൊരു കാര്യം. ഇതിങ്ങനെ രണ്ടാമത്തെ ടണല് മൂന്നാമത്തെ ടണലേ അല്ലേ? ഒരുപാട് ടണലുകൾ ഇങ്ങനെ താഴെ വരെ ഈ ചുരം ഇറങ്ങി തീരുന്നത് വരെ ഇങ്ങനെ മൊത്തം ടോട്ടൽ 25 ടണലുകളുണ്ട്. ചെറുതും വലുതും പല നിറത്തിലുള്ള അല്ലെ, കളറ് വാരി വെതറിയിക്കണം. ഇതാ അടുത്ത കാണാൻ എന്ത് രസമാണ് നോക്ക്. സിമ്പിൾ പരിപാടിയാണ്, പക്ഷെ ഈ ലൈറ്റ് വെച്ചിരിക്കുന്നത് ഭയങ്കര രസം. ഇതിനകത്ത് പോകുമ്പോൾ കരണ്ടിൽ വരുമ്പോ കാണാൻ പറ്റും. അടുത്ത കയറ്റി നിർത്തി കേട്ടോ ഉള്ളിലോട്ട്.
ആക്കണമെങ്കിൽ രീതിയിൽ ആക്കി കഴിഞ്ഞാൽ സ്ലോ ആവും. സ്പീഡല്ലേ ഇപ്പൊ കറക്റ്റ് ഈ പോകുന്ന പോലെ തന്നെ. കഴിയുന്ന ഒരു എപ്പിസോഡാട്ടോ. നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ ഇതാ ചുരത്തിന്റെ കുറച്ച് സെന്റർ ഭാഗത്തായിട്ട് നമുക്കിങ്ങനെ വണ്ടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ വന്നപ്പോൾ ഇത് ആശാന്മാർ ഓടുകയാണ്. ആശാന്മാർ മൊത്തം ഉണ്ട് ഇവിടെ. നമ്മളെ കണ്ടിട്ട് ഓടുകയാണ് കേട്ടോ. ഇതാണ് ചുരം. ഇതിങ്ങനെ ഇതാ അവിടെ മുതലിങ്ങനെ സ്റ്റാർട്ടിങ് ആയിട്ട് ഇങ്ങനെ വരികയാണ്. ഇത് ഹൈറ്റ് കാണണമെന്നുള്ളത് ആ ബേക്കിലോട്ട് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഹൈറ്റിൽ ഇങ്ങനെ മലകളുണ്ട്. ശരിക്കും ഇതിൻ്റെ മോൾ ഭാഗത്താണ് അൽബഹ. അൽബഹയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന റോഡാണ്. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാവരും രാവിലെ നല്ല തണുത്ത കാറ്റും ഉണ്ട് ഇവിടെ. നല്ല തണുത്ത കാറ്റുണ്ട്. കാറ്റ് കൊള്ളുകയാണ്. ഇത് നമുക്ക് ഈ മല മൊത്തം ഇറങ്ങിയതാ അങ്ങ് താഴെ എത്തേണ്ടതാണ്. തുരങ്കങ്ങൾ ഈ ടണലിനകത്തൂടെയാണ് നമ്മളിപ്പോ വന്നത്. കുരങ്ങന്റെ സൗണ്ടാണ്. അപ്പോൾ നമ്മൾ ചുരം ഇറങ്ങി ഏകദേശം കഴിയാനായി. താഴെ എത്താനായപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങി നിന്നിട്ട് ഇങ്ങനെ വന്ന വഴികളൊക്കെ ഒന്ന് കാണാനൊരാഗ്രഹം. നമ്മൾ കാണുന്നത് ആ വന്ന വഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകുന്നില്ല. അതാ ഇങ്ങനെ ഇതെല്ലാം അവിടെ നിന്ന് ഇങ്ങനെ ആ ചുരം ഇങ്ങനെ ഇറങ്ങി വന്ന വഴികളാണ്. നമ്മൾ വന്ന വഴികളാണ് അങ്ങനെ കാണുന്നത്. ഇപ്പം താഴെ എത്താനായി. ഇനി വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മൾ ചുരം ഇറങ്ങിക്കഴിയാൻ. വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. മൂന്ന് പോകുന്നുണ്ട്. തൃശ്ശൂർക്കാക്ക ഇവിടെ മുടിയൊക്കെ ചെയ്യിക്കുന്നുണ്ട്. എന്തിനാണാവോ? പാലാണല്ലേ? അത് ഭയങ്കര നീളമുള്ള പാലാണല്ലോ.
ഇത് വെള്ളം ഒഴുകുന്ന സ്ഥലം കേട്ടോ. നല്ല കാലാവസ്ഥ അല്ലേ. ഇന്ത്യയൊക്കെ ഇവിടെ ഇങ്ങനെ സൈഡാക്കിയിട്ട് കുറച്ച് നേരം ഇത് നമുക്ക് ഇതിനകത്ത് കാണാനുള്ള താഴെ ഇത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ, ഈ ചുരം ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എന്താ അതിൻ്റെ പേര്, ദെയിൻവില്ലയോ, ദെയിൻവില്ല എന്ന് പറഞ്ഞിട്ടൊരു പഴയ ഗോത്രം, പേരും കാര്യങ്ങളും നമുക്കറിയില്ല, അറിയുന്നവർ നമുക്ക് പറഞ്ഞുകൊണ്ട് ആ ഒരു പഴയ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു കെട്ടിടം അല്ല എന്താ പറയുക, കല്ലും കൊണ്ടുണ്ടാക്കിയ, കരിങ്കല്ലും കൊണ്ടുള്ള ഒരു മാർബിൾ കല്ല് വെച്ചിട്ടുള്ള. അത് ഭയങ്കര രസമാണ് കാണാൻ. ഒരുപാട് കുറേ ആൾക്കാർ തിങ്ങി പാർത്തിരുന്നൊരു സ്ഥലമാണ്. അതിപ്പോൾ ഒരു പിന്നെ ചെറിയ ടിക്കറ്റ് എത്ര 10 റിയാലോ മറ്റേ മേടിച്ചിട്ട് അതിനുള്ളിൽ കയറാൻ പറ്റും നമുക്കൊരു ദിവസം. അത് ഒരു ദിവസം മൊത്തം കാണാനുള്ള സംഭവം ഉണ്ട്. അതിനകത്ത് ഒരു ദിവസം മൊത്തം കാണാനുള്ള സംഭവം ഉണ്ട്. നമുക്ക് ഒരു ദിവസം അത് കാണാൻ വരാം. ഓക്കെ. ഇവിടെ എല്ലാവരും നല്ല ഉറക്കാട്ടോ. എല്ലാ ടീമുകളും ഭയങ്കര ഉറക്കത്തിലുള്ളത്. എന്ത് ഒത്തൊരുമ, എന്താ ഉറങ്ങുകയാണ്. ഇപ്പോൾ ഞങ്ങൾ രണ്ടും മാത്രം ഇങ്ങനെ ഉറങ്ങാണ്ട് പോവാണ്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. താഴെ നോക്കണേ, സൈഡിൽ കൂടെ നല്ല ഒരു വരും. നമ്മളിതോ താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ ദെയിൻവില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവമാണ്. ചരിത്ര സ്മാരകം പോലെ അല്ലേ, അങ്ങനെയും പറയാം. അതിന്റെ ഒരു ഇതല്ലേ കാണുന്ന ഈ ബോർഡിൽ, ഈ ബോർഡിൽ കാണുന്ന സംഭവമാണ്. ഉണ്ടോ, കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഇതാണ് സംഭവം. ഇവിടെ കയറി അല്ല, ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് ലെഫ്റ്റ് കയറും. നേരെ പോയി കഴിഞ്ഞാൽ നമ്മള് പോകുന്ന റോഡാണ് കേട്ടോ. ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ ഇതാ ഈ മലയുടെ താഴെ അവരതിനെ ഉണ്ടാക്കി വെച്ച കല്ലും കൊണ്ട് ഭയങ്കര രസമാട്ടോ. പക്ഷെ രാത്രിയിലാണെങ്കിൽ കുറച്ചും കൂടെ രസം ഉണ്ടാവുക. ലൈറ്റില് ഇറങ്ങിയിട്ടെടുക്കാം. ലൈറ്റില് നല്ല രസം ഉണ്ടാവുമായിരുന്നു. ഞാൻ ഒന്ന് ഇറങ്ങാം കേട്ടോ. ഓക്കെ, ഇറങ്ങിടാ. ഇതാണ് സംഭവം. ഇതാ ഒരു കല്ലുമൺ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഈ താഴെ കാണുന്ന ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം കണ്ടോ. ഇത് ഇവിടെ നിന്ന് വെച്ചാൽ എല്ലാം ഉണ്ട്. വാഴ, നമ്മുടെ നാട്ടിലുള്ള മിക്ക സംഭവങ്ങളും ഈ താഴെ ഇങ്ങനെ നട്ടു വളർത്തിയിട്ടുണ്ട്. പിന്നെ അതിനുള്ളിലൊരു വെള്ളം ചാടുന്നൊരു സംഭവമൊക്കെ ഉണ്ട്. ഒരു ചെറിയ എന്താ പറയുക, ഒരു തോട് പോലെ അത് ഉണ്ടാക്കിയെടുത്താണ്. ബാക്കി ഇതിപ്പം ഓപ്പൺ ആയിട്ടില്ല. ടൈം രാവിലെ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഇപ്പം വൈകുന്നേരമാണെന്ന് തോന്നുന്നു. 2 മണിക്ക് ശേഷമാണ് ഓപ്പണിങ്. നോമ്പായതുകൊണ്ട് റമദാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ മുതലുണ്ടാവും. അതാണ് സംഭവം. അത് ഒരുപാട് ആൾക്കാർ താമസിച്ചിരുന്നതാണ് പണ്ട്. ഇപ്പോൾ ഈ പിന്നെ എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ കൊടുക്കാറുണ്ടെന്നാണ്. ഈ കല്യാണ പരിപാടികൾ, മാരേജ് ഫങ്ഷൻസ്, മറ്റേ അതേപോലെ പാർട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത ഇതിൽ കാണാം. ഓക്കെ.